ആരാ സാർ ഇവൻ? കാഞ്ഞ വിത്ത കാർന്ന് മ്യൂസിക് സിസ്റ്റം അടിച്ചു മാറ്റില്ല പരിപാടി. ആരുടെ കാർന്ന് അവൻ അടിച്ചു മാറ്റിയെന്നറിയാവോ? ഇല്ല സാർ. എന്റെ കാർന്ന്. എടാ വിടുക്ക, കൊല്ലക്കുടി തന്നെ വേണോടാ നിന്റെ സൂചി വിൽപ്പന. താനിപ്പൊ പറഞ്ഞ പഴമൊഴി മാച്ച് അല്ലല്ലോ. ഞാനും അതേ ആലോചിച്ചോണ്ടിരുന്നു. സാറ് കള്ളനായിരുന്നു മാച്ച് ആയേനെ. കേസ് ചാർജ് ചെയ്തേര്. ഞാൻ പറഞ്ഞു കേട്ടോ, നിനക്ക് പാട്ട് കേൾപ്പിച്ചു. സാറ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ സാറേ. ആ അബദ്ധത്തിന്റെ പേരാ മോഷണം. കുറച്ചു നാള് അകത്ത് കിടന്ന് നീ അഴിയുണ്ടുമ്പോ മനസ്സിലാക്കിക്കോളൂ. നിനക്ക് സത്യത്തിൽ മ്യൂസിക്കിനോട് എന്താ എത്ര താല്പര്യം? അല്ല, സംഗീതത്തിനോട് വല്ല താല്പര്യം ഉണ്ടോ അതോ മോഷണത്തിന് വേണ്ടി ചെയ്യുന്നതാണോ? ഒരൊറ്റ അടി അടിച്ചെന്നുണ്ടല്ലോ, നിന്നെ ഞാൻ ദേവത്തിനും വല്ലതും ചെയ്തോടാ. പിന്നെ നിന്നെ മോങ്ങുന്നേ? മ്യൂസിക്കിനോട് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു സാറേ. അതുകൊണ്ട് പഠിച്ചത് സംഗീതം, MA മ്യൂസിക്. MA മ്യൂസിക്കോ? നീയോ? എന്നിട്ടാണോടാ ഈ പണിക്ക് ഇറങ്ങിയ? എന്താ സാറേ, ഇയാൾ MA മ്യൂസിക് പഠിച്ചതാണെന്നോ? ആ അതെന്നെ. എന്നിട്ട് അവൻ ചുമ്മാ കക്കാൻ നടക്കുക. അതും നമ്മുടെ SI സാറിന്റെ കാറിന്റെ മ്യൂസിക് സിസ്റ്റം. എന്താടാ നിന്റെ പേര്? നിതിൻ. പേരൊക്കെ കൊള്ളാം. താൻ MA മ്യൂസിക് പഠിച്ചിട്ടും ഇതുവരെ തൊഴിലൊന്നും ആയില്ലേടോ? ഇല്ല സാറേ. എടോ, ഒന്നുമില്ലെങ്കിൽ തന്റെ കൈ സംഗീതമില്ലേ? അത് വെച്ച് 4 പിള്ളേരെ പഠിപ്പിച്ച കാശാവത്തില്ലയോ? അതൊക്കെ ചുമ്പാണ് സാറേ. ഇപ്പോഴത്തെ ആൾക്കാരെ വലിയ വലിയ മ്യൂസിക് അക്കാഡമിയിലെ പിള്ളേരെ പഠിപ്പിക്കുന്നത്. എങ്കിലും താൻ അങ്ങനെയുള്ള ഏതെങ്കിലും അക്കാഡമിയിൽ പോയി ജോലി ചെയ്യണം. അവിടെയൊക്കെ വലിയ ചൂഷണാ സാറേ. മണിക്കൂറിന് 100-200 കിട്ടുന്നേ. ബസ് വലിക്ക് പോലും തികയത്തില്ല. എന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനൊരു സ്ട്രോക്ക് ഒന്ന് കിടപ്പ. ഹാർട്ടിനും പ്രശ്നമുണ്ട്. മരുന്നിനൊക്കെ വലിയ ചെലവാ സാറേ. താൻ എവിടുന്നാ സാറിന്റെ വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റം അടിച്ചു മാറ്റിയ? സർവീസ് സെന്ററിൽ സാറിന്റെ വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോ. അപ്പൊ നിനക്ക് വർക്ക്ഷോപ്പിൽ ജോലി ഉണ്ടല്ലേ? അപ്രന്റീസാ സാറേ. ഓ, അപ്രന്റീസ് ആയപ്പോ ഇങ്ങനെ. അപ്പൊ നീ അവിടെ സ്ഥിരമായിരുന്നെങ്കിൽ സാറിന്റെ വണ്ടി തന്നെ അടിച്ചു മാറ്റിയല്ലോടാ. ഞാൻ ആദ്യമായിട്ടാ സാറേ. ഇനി ഇത് ആവർത്തിക്കില്ല സാർ. എന്തായാലും നീ കുറച്ചുനാൾ അഴിയേണ്ടി വരും. സ്ഥലം SIയുടെ കാറിന്റെ മ്യൂസിക് സിസ്റ്റം അല്ലേ നീ അടിച്ചു മാറ്റി? അതാ കേസ്. ഞാൻ ജയിലിൽ കിടന്ന രോഗിയായി എന്റെ അച്ഛൻ ആര് നോക്കും സാറേ? എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കും സാറേ. വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാ. അതൊക്കെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നീ പണിക്ക് ഇറങ്ങോ? അയ്യോ സാർ, അങ്ങനെ പറയല്ല സാറേ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സാറേ. ഞാൻ കരച്ചിൽ നിർത്ത്. എന്താ ഇപ്പൊ ചെയ്യേ? സാർ ഏതായാലും ഒന്ന് SI സാറിനോട് പറഞ്ഞു നോക്ക്. പറഞ്ഞു നോക്കാം. പാതിയെ കണ്ടാലും പ്രതിയെ കണ്ടാലും മനസ്സലിയുന്ന ആളല്ലേ. നിന്റെ യോഗം പോലെ ഇരിക്കും. കുഴപ്പമൊന്നുമില്ലടി. ഇല്ല, സിസ്റ്റത്തിനൊരു കുഴപ്പമില്ല. കള്ളനെ ഞാൻ കൈയോടെ പിടിച്ചിട്ടുണ്ടെന്നേ. ഈ വർക്ക്ഷോപ്പിലൊക്കെ ഇങ്ങനെ കള്ളന്മാരെ ജോലിക്ക് വെച്ചാൽ എങ്ങനെ വിശ്വസിച്ച് നമ്മുടെ വണ്ടി സർവീസിന് കൊടുക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇല്ല, സ്ഥിരം ജോലിക്കാരൊന്നുമില്ല. അവൻ അപ്രന്റീസ് ആയിട്ട് നിൽക്കാൻ വന്നതാ. ശരി, ഞാൻ വിളിക്കാവേ. സാറേ, ആ പയ്യൻ അവിടെ നിന്ന് കരച്ചിലോട് കരച്ചില്ല. എന്ത് പറ്റി? താൻ അവനിട്ട് 2 പൊട്ടിച്ചോ? അയ്യോ, അതല്ല സാർ. അവന്റെ അച്ഛനാണെങ്കിൽ സ്ട്രോക്ക് വന്ന് കിടപ്പില്ല. അമ്മയാണെങ്കിൽ മരിച്ചും പോയി. ഈ ഒരു അവസ്ഥയിൽ അവൻ അകത്ത് കിടന്ന വയ്യാത്ത അച്ഛനെ ആര് നോക്കൂന്ന് പറഞ്ഞിട്ടാ കരച്ചിൽ. ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ അവൻ എന്തിനാ മോഷ്ടിക്കാൻ നടക്കുന്നത്? ഇതേ ചാല മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മ്യൂസിക് സിസ്റ്റം ഒന്നും അല്ല. കാഞ്ചനയുടെ ബ്രദർ അങ്ങ് കാനഡയിൽ നിന്ന് കൊണ്ടുവന്നതാ. അതിന് വലിയ വില ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ അവ അടിച്ചു മാറ്റിയത്. സാറേ, 2 അടി കൊടുത്ത് വിട്ടാ പോരെ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. തന്റെ ഒരു പേന ഒരാൾ അടിച്ചു മാറ്റിയാ താൻ വെറുതെ വിടുവോ? ഇല്ലല്ലോ. അതെ, എനിക്ക് വിലപ്പെട്ടത് തന്നെ ഇത്. അവനാണ് സംഗീതം പഠിച്ച പയ്യനാ. ഈ MA മ്യൂസിക്കാ. ഒരു ഗതിയും ഇല്ലാത്തതുകൊണ്ടാ വർക്ക്ഷോപ്പ് പണിക്ക് നിൽക്കുന്നതെന്നാ പറയുന്നത്. ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചൂടെ സാർ? ഞാൻ സംസാരിക്കട്ടെ. രാവിലെ തന്നെ അവനെന്റെ മൂട് കളഞ്ഞു. എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ
അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കളിത്തുമ്പിയെ പോലെൻ്റെ പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ, പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഒഴുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. സംഗീതം ദൈവാനുഗ്രഹമാണ്. ഏതെങ്കിലും ജയിലിറക്കുള്ളിൽ പാടാനുള്ളതല്ല നിന്റെ പാട്ട്. തനിക്ക് നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി തരും. ഇവനെ ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വേണം. എവിടെ ആലിക്കുട്ടി? ഇന്ന് ഓഫാ സാറേ. ആലിക്കുട്ടി ഒരു കല്യാണത്തിന് പോയിരിക്കുക. ഞാൻ പോവാ സാർ. ശരി ശരി മോനെ, എടാ, നന്നായിട്ട് പാടണം. എന്തിനാ കരുതേ? നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത്. എന്റെ കാറിന്റെ സെറ്റ് അവന് കൊടുത്താലോ? പാവം പയ്യെ. സാറേ എങ്ങോട്ടാ? ഒരു കല്യാണത്തിന് പോവാ, അരൂര്. ഓ, എന്തൊരു കാലാവസ്ഥ! ഒറ്റത്തുള്ളി മഴയില്ല. നീ കൊട എടുത്തിട്ടുണ്ടോടാ? ഇല്ല. അപ്പം മഴ വന്നാ നീ മഴയെ കുറ്റം പറയൂ അല്ലേ? ഇത് തന്നെ ഈ മലയാളികളുടെ ഒരു കുഴപ്പം. പലതിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മഴ ഇല്ലെങ്കിൽ ഇല്ലാന്ന് കുറ്റം പറയും, ഉണ്ടെങ്കിലോ എന്തൊരു മഴയെന്ന് പറഞ്ഞാൽ അതിനെ കുറ്റം പറയും. ആടാ, ഞാൻ ഇപ്പൊ അങ്ങെത്തും. ഒരു 5 മിനിറ്റ്. മെസ്സേജ് വന്നത് പ്രൊഫൈൽ പിക്കിടാത്തതെന്തേ? സൂചി വിൽപ്പന അബദ്ധം പറ്റിയ സാറേ, അബദ്ധം പറ്റിയ സാറേ. അബദ്ധോ? എന്ത് അബദ്ധം? പോക്കറ്റ് അടിച്ചു. ഹലോ സനു സാറേ, അബദ്ധം പറ്റിയ സാറേ ഒരു പോക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വരണേ. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലടോ. என்னம்மா இது? நான் எவ்வளவோ வருஷமாய் பிசினஸ் செய்யணும். இந்த நாள் வரை பொய் சொல்லிட்டிല്ലம்மா. இது வந்து മൈസൂർ സിൽക്ക്. കാണാനൊക്കെ കൊള്ളാം. ഇത് ഡ്രൈ വാഷോ ഹാൻഡ് വാഷോ? മാഡം ഇത് നോർമൽ ഹാൻഡ് വാഷ്. ഹെവി ഡിറ്റർജന്റിൽ അലക്കിക്കൂടാതെ. സിമ്പിൾ സോപ്പ് മതിയമ്മ. നൈസ് വാഷ് വേണം. പപ്പൻ സാറേ, ഇത് കൊള്ളാമോ? കൊള്ളാം. ഷീലയ്ക്ക് കറക്റ്റ് മാച്ച്. പക്ഷെ ഏത് സാരി ഉടുത്താലും പ്രസന്നം ചേട്ടൻ നല്ലതാണെന്നൊന്നും പറയത്തില്ല. ചേട്ടനോട് പോകാൻ പറ. സാറ് ചൊല്ലിയ മാതിരി മാഡത്തിന് നന്നാ മാച്ചാവും. ചേട്ടനോട് പോകാൻ പറയാൻ? എടാ, ഇപ്പൊ ഈ പറഞ്ഞ ആളി എന്റെ ഹസ്ബൻഡ് പ്രസന്നം ചേട്ടനാ. അങ്ങനെ പോയി കഴിഞ്ഞാ പിന്നെ എനിക്കാരാ? അല്ലെങ്കിൽ വേണ്ട, ഈ കളറിലുള്ള ഒരു സാരി എനിക്കുണ്ട്. இந்த കളർ മാഡത്തിന് നന്നായി ചേരും. കടവുള് മാതിരി ഇരിക്കും. ദേവതയും ഗീവതയും ഒന്നും ആവണ്ട, കാണാൻ ഒരു ലുക്ക് ഉണ്ടായാൽ മതി. ലുക്ക് ഇപ്പോഴും ഉണ്ടല്ലോ. അവന് ഈ തമിഴിന്റെ സാരി എടുക്കേണ്ട വല്ല കാര്യമുണ്ട്? സാറിന്റെ വൈഫൊക്കെ ഒന്ന് എടുക്കട്ടെ. സ്വന്തമായിട്ട് ഷോപ്പ് ചെയ്യുന്നെടുത്ത സാരി പിറ്റേ ദിവസം തന്നെ പോയി മാറ്റി വാങ്ങുന്ന ആളാ എന്റെ ഭാര്യ. അതുകൊണ്ട് തൽക്കാലം ഒന്നും വേണ്ട, അനീ പൊക്കോ. അതെ, 10 പൈസ ഇറക്കുന്ന പാർട്ടിയല്ല അതാ. ഷീലേ, എനിക്ക് ശമ്പളം മാത്രമേ ഉള്ളൂ, കിമ്പളം ഇല്ല. അതാ കാര്യം. ഇതേതാ കോള്? മോഷണോ പീഡനോ? ഈ കള്ളൻ എന്റെ പോക്കറ്റ് അടിച്ചെന്നേ ഇവിടെന്ന്. മേഡം, ഒരു അബദ്ധം പറ്റിയതാ. സാറിന്റെ പേഴ്സിൽ ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. എടുക്കാത്ത ഒരു 10 രൂപയും എടാ തെണ്ടി നീ എന്റെ പോക്കറ്റ് അടിക്കൂടാന്നൊരു സ്ലിപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ പ്രസംഗിക്കുന്നോടാ? ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്റ്റേഷനാ. ആ പേഴ്സിൽ 2500 രൂപ ഉണ്ടായിരുന്നെന്ന് FIR എഴുതി വെക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി മഷിയുടെ ചെലവേ ഉള്ളൂ. നീ 6 മാസം ജയിലിൽ കിടക്കും, ചിലപ്പോ 3 വർഷവും.
നീ എത്ര കാലം ഈ പണി തുടങ്ങിയിട്ട്? ആദ്യമായിട്ടാ സാറേ, ആദ്യം തന്നെ പിടിക്കുകയും ചെയ്തു. നല്ല ആളുടെ പോക്കറ്റാ ആദ്യമായിട്ട് അടിച്ചത്. എന്തുവാടാ നിന്റെ പേര്? ഗോകുൽ KP. അച്ഛന്റെ പേരെന്തുവാ? അച്ഛനില്ല സാറേ, മരിച്ചുപോയി ഒരു വിഷമദ്യ ദുരന്തത്തിൽ. ഓ, അപ്പൊ ഫാമിലി ആയിട്ട് കുഴപ്പക്കാരാ. നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോടാ? ഇല്ല സാറേ, വിശന്നപ്പോ ഹോട്ടലിൽ കയറി കാശ് കൊടുക്കാതെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ജീവിക്കാൻ വലിയ കഷ്ടപ്പെടാ സാർ. ആലിക്കുട്ടി സാർ, ഇവനെ SI സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോക്കോ, അതാ നല്ലത്. നടക്ക്. എവിടെന്നാ ഇയാൾക്ക് ഇതൊക്കെ കിട്ടുന്നു? എന്റെ സാറേ, ഇത് പോലീസ് സ്റ്റേഷനാ. സാറിന് ഏത് പ്രതിയും വക്കീൽ വഴി ജാമ്യത്തിൽ എടുത്തോണ്ട് പോവാം. അല്ലാതെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. SI ദിനേശിന് അതിന് കിട്ടത്തുമില്ല. സാറേ, യവൻ എന്റെ പോക്കറ്റ് അടിച്ചു. ഇവിടുന്ന് പോലീസ് ജീപ്പിന്ന്. സാറേ, ഡ്രൈവർ ആണെന്ന് കരുതി എപ്പോഴും ജീപ്പി ഇരിക്കൂ. ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാ സംഭവം. സത്യമാണടാ? അതെ സാർ. കൊടുക്കണം സാർ രണ്ടെണ്ണം. നിനക്ക് സത്യസന്ധനായിട്ട് ജീവിച്ചുവിടാ. ഏതികൂടുണ്ടോ സാറേ? അമ്മയ്ക്കൊരു കിഡ്നി മാറ്റി വെച്ചിരിക്കുക. മരുന്നിനൊക്കെ ഒരുപാട് കാശലമാവും. ആരെ കൊന്നിട്ടായാലും എനിക്ക് എൻ്റെ അമ്മയെ ജീവിപ്പിക്കണം സാറേ. സത്യമാണോ താൻ പറയുന്നത്? സാറേ, യവൻ ഈ കള്ളൻ പലതും പറയും സാറേ. അത് കേട്ട് സാറ് സെന്റ് അടിക്കല്ലേ സാറേ? ഇത് കേസ് വേറെയാണ്. യവൻ ഇന്ന് ഇതാണ് ചെയ്തെങ്കിൽ നാളെ ബാങ്ക് കവർ ചെയ്യും. തനിക്ക് എത്ര കാശ് പോയി? മീൻസ് തന്റെ ഇവൻ എത്ര കാശ് പോകലടിച്ചു? അവന് 10,000 അല്ലേ? 10,000. എടോ, ആ 10,000 രൂപ കൊണ്ട് മരുന്ന് വാങ്ങി ഇവന്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമല്ലടോ. അയ്യോ, 10,000 ഒന്നുമില്ല, വെറും 10 രൂപ ഉള്ളായിരുന്നു. അതും കീറിയത്. എന്റെ ആലിക്കുട്ടിയും ഇവിടെ പയ്യനെ രാവിലെ ഓരോ പൊല്ലാപ്പം കൊണ്ട് വന്നോളും. സാറേ, ഇത് വിഷയം പിക് പോക്കറ്റിംഗ്. പിന്നെ കാശല്ല എന്റെ, അതും ഈ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന എന്റെ പോക്കറ്റ് അടിച്ചു എന്നുള്ളതാണ് വിഷയം. ഇതെന്റെ പ്രസ്റ്റീജാ വിഷയം. എന്നിട്ട് സാർ അങ്ങനെ വെറുതെ വിട്ടാലേ സാധാരണക്കാരുടെ ഇതുപോലുള്ള പ്രശ്നങ്ങള് സാറ് സംരക്ഷിക്കൂ. ഒരു കാര്യം ചെയ്യ്, തന്റെ CA ഉണ്ടല്ലോ, അങ്ങനെ അടുത്തെന്ന് പറ. പറയും, ഞാൻ പറയും സാറേ. അല്ലെങ്കിൽ സാർ എനിക്ക് പാര തന്നെയാ. അവന്റെ കഴുത്ത് പിടിക്കല്ലേ? യവനല്ല, യവന്റെ അമ്മയ്ക്കാ കിഡ്നി ഇല്ലാത്ത. യവനൊരു കുരുവില്ല. തനിക്ക് ഹൃദയവും ഇല്ല. പോലീസ് പണി വേണ്ടായിരുന്നു. നീയൊക്കെ ബംഗാളിൽ നിന്ന് ഇവിടെ പണിക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ പണി ഉണ്ടാക്കും അല്ലേടാ റാസ്കൽ? ഇങ്ങോട്ട് മാറിക്കളാം. നീ നോക്കി സൂക്ഷിച്ചു അല്ലോടാ തെണ്ടികള്. നമ്മുടെ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാക്കാന്നല്ലാതെ ഇവരെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. സാറേ, എന്തുവാ സാറേ ബംഗാളികളുടെ പ്രശ്നം? ഇവന്മാരുടെ ഓണറുടെ മുറിയിലേക്ക് രാത്രി പടക്ക് പറഞ്ഞെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ട് ഇവന്മാർ സത്യം പറയുന്നില്ല. സാറേ, അതിന് ഈ ബംഗാളികളുടെ ഭാഷ സാറിന് അറിയാമോ? ഇല്ല. പിന്നെ സാറ് ഇതെങ്ങനെ ഇവരുടെ പറഞ്ഞത്? ഞാൻ മലയാളത്തിൽ ചോദിച്ചു. അയ്യോ, മലയാളത്തിൽ ചോദിച്ചാൽ ഇവർക്ക് വല്ല മനസ്സിലാവൂ? ഇടിക്ക് വല്ല ഭാഷയുണ്ടോ? കൂടുതലൊന്നും ചോദിച്ചില്ല. തുരുതുരാന്ന് 4 അങ്ങ് പൊട്ടിച്ചു. ജാവോ ഭയ്യ ജാവോ. ചൈനക്കാരന്റെ മോളെ പാടാ അങ്ങോട്ട് പോടാ. ഇതെന്നാടോ കേസ്? സാറേ, ഈ ചെറുക്കൻ എന്റെ പോക്കറ്റ് അടിച്ചു. മണ്ടൻ, അടിക്കാൻ പറ്റിയൊരു പോക്കറ്റ്. നീ ഏതൊക്കെ സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ടാ? ഒരുപാട് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട് സാറേ. നീ എന്താ പറഞ്ഞ ആദ്യമായിട്ടാണ് മോഷ്ടിക്കുന്നതെന്ന്? അയ്യോ, ആദ്യമായിട്ട് സാറേ പോക്കറ്റ് അടിക്കുന്നേ. പിന്നെ ഏത് കേസിൽ സ്റ്റേഷനിൽ കിടന്നാടാ നീ പറഞ്ഞത്? അയ്യോ, കേസിനൊന്നുമല്ല സാറേ, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന കാര്യം പറഞ്ഞേ. പോലീസ് സ്റ്റേഷനിൽ വന്ന് കോമഡി പറയുന്നതാ, അതും ഈ CA ഷിജുവിനോട്. മതി സാറേ, പാവം കൊച്ചു പയ്യനല്ലേ, ഒന്ന് ഉപദേശിച്ച് വിട്ടാ മതി. എന്നാ താനങ്ങ് പൊക്കം. പട്ടി. നിനക്ക് നൊന്തോടെ ചേർക്ക. നിനക്കറിയാം, നിനക്ക് നൊന്തെന്ന് പറഞ്ഞാലും ഞാൻ തല്ലും, ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ തല്ലും. ഇനി ഞാൻ ഇത് ആവർത്തിക്കത്തില്ല സാറേ. എന്തോന്ന് ആവർത്തിക്കത്തില്ലെന്ന്? ഇനി ഞാൻ പോക്കറ്റ് അടിക്കത്തില്ല സാറേ. എടാ ചെറുക്ക, ഏത് ജോലിക്കും ആദ്യം ചില തടസ്സങ്ങളൊക്കെ കാണും. പക്ഷെ ഒന്നും മൈൻഡ് ചെയ്യരുത്, മുന്നോട്ട് പോണം. സാറ് പറയുന്നത്? എടാ, നിനക്ക് ഞാൻ നല്ലൊരു സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് തരാം. സംഗതി സിമ്പിളാണ്, മാലമോഷണം. അയ്യോ, ഞാൻ നല്ലൊരാളെ ജീവിക്കാൻ പോവാ സാറേ, എന്നെ വീണ്ടും വഴി തെറ്റിക്കരുത്. എടാ, നീ നല്ലവനായിട്ട് എന്നാ നേടാനാ? നീ ഇപ്പൊ ചെറുപ്പോ, ഇപ്പൊ കാശുണ്ടാക്കിയാല് പ്രായമാകുമ്പോ എണ്ണയും കുഴമ്പും തേച്ച് കുളിക്കണമെന്ന് തോന്നിയാൽ അതിന്റെ കാശെങ്കിലും കയ്യിലുണ്ടാവത്തുള്ളൂ. കുഴമ്പിനൊക്കെ ഇപ്പൊ എന്നാ വിലയെന്നറിയാവോ? എടാ, നമ്മുടെ ഒരു പാർട്ടിയുണ്ട്, തരകൻ. സകല തരകന്റെ ഉസ്താദാണ്. മൂപ്പരുടെ ടീമിൽ ഒരു പയ്യൻ ഇപ്പൊ പനി പിടിച്ച് കിടക്കുകയാണ്. മാലയൊക്കെ അവന്മാര് പിടിച്ചു വരച്ചോളും. നീ ആളിനെ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഓക്കെ ആണോ? ശരി സാർ. ഓക്കെ.
ഹലോ തരക. എടോ തന്റെ ഒരു പയ്യൻ പനി പിടിച്ച് കിടക്കുന്നതിന്റെ പേരിൽ തന്റെ പരിപാടി ഒന്നും നിർത്തണ്ട. തനിക്ക് കിടിലൊരു പയ്യനെ ഞാൻ തരാം. ആള് പാവാന്നേ. നേരെ വാ നേരെ പോന്നുള്ള കേസാണ്. അപ്പൊ വേഗം അങ്ങോട്ട് കാര്യം നടത്തിയിട്ട് എന്റെ മാസപ്പടി ഇനി ഒപ്പിച്ച. കാശിനൊക്കെ ഇത്തിരി ടൈറ്റ് ആടും. ഓക്കെ? ആരാ സാർ ഈ തരകൻ? അതൊരു മുതലാളി. അയാളുടെ കമ്പനിയിൽ ഈ പയ്യൻ ഒരു പണി ശരിയാക്കി കൊടുക്കുന്ന കാര്യം പറയുവാൻ. അത് കൊള്ളാം, നല്ല പണിയായിരിക്കും. എന്തായി? സിയെ വെറുതെ വിട്ടോ? വിട്ടു. എന്താ പേര്? നേരത്തെ പറഞ്ഞായിരുന്നു, ഗോകുൽ. ഓ, ഇനീഷ്യൽ KP ഗോകുൽ. ഓക്കെ. ഇതിലൊന്ന് സൈൻ ചെയ്തിട്ട് നമ്പർ ഒന്ന് എഴുതിക്കോ. താൻ പേടിക്കൊന്നും വേണ്ട, ഇത് കേസാക്കുന്ന പേപ്പറൊന്നുമല്ല. പിന്നെ ഏടാ കൊച്ചനെ, വല്ലവനും വല്ല പോക്കറ്റടി സ്ഥലത്ത് നിന്നും പിടിച്ച് നടുവോടിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ കാശ് വേണ്ടേ? അതിനെ ഇൻഷുറൻസ് എടുക്കണം. അതിന്റെ കാര്യം പറയാനാ. താൻ ഇപ്പോഴൊന്നും നടക്കണ്ട. താൻ പോക്കറ്റടിയിൽ വലിയ സ്റ്റാർ ആവുമ്പോൾ കാര്യമായിട്ട് അടച്ചാ മതി. പിന്നെ ഈ നമ്പറിലേക്ക് എന്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളും. പേര് മറക്കണ്ട, പ്രസന്നകുമാർ. ഹസ്ബൻഡാ, ഇൻഷുറൻസ് ഏജന്റാ, ആളൊരു അഡ്വക്കേറ്റും കൂടിയാ. കേസില്ലെന്നേ ഉള്ളൂ. ആ പോടെ പോടെ. നല്ല ഇടി ഇടിച്ച് കാണുമല്ലോ. പോടേ. അതിനിടയ്ക്ക് ഒപ്പിട്ട് വാങ്ങിച്ചല്ലേ, ഇതൊരു ദിവസം തീ ഇടിഞ്ഞു. ഓ എന്റെ സാറേ, ഇപ്പൊ ഈ ഫീൽഡൊക്കെ പൊതുവെ ഡള്ളാ. മലയാളി പിള്ളേരൊന്നും കിട്ടാനില്ല. ആകെ സാമ്പത്തിക മാന്ദ്യം, പിടിച്ചുപറി, മോഷണം, പോക്കറ്റടി, ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ഇപ്പൊ ATM കവർച്ചയാണ് ഭേദം. എന്തു വേണം സർ? ഇവിടെ സഹായ പരിപാടിയൊന്നുമില്ല. അയ്യോ സർ, CA സാർ പറഞ്ഞിട്ട് വരിക. ഓ, താനാണോ ആ പയ്യൻ? അതെ. തനിക്കൊരു ഫ്രോഡ് ലുക്കില്ലല്ലോടേ. അയ്യോ സർ, ഞാൻ ഫ്രോഡല്ല സർ, ജീവിക്കാൻ വേണ്ടി കെട്ടിയ വേഷ. കുഴപ്പമില്ല, ഫ്രോഡ് ലുക്ക് ഇല്ലാത്തവരെയാ നമുക്ക് ആവശ്യം. ഐ ആം തരകൻ. വെൽക്കം ടു അവർ ടീം. എടാ പിള്ളേരെ, നമ്മുടെ ടീമിൽ ചേരാ ഒരുത്തം കൂടി വന്നടാ. ഒരു സ്വീകരണം കൊടുക്കടാ. മതി മതി, നിർത്ത്. ഒരാവശ്യമില്ലാതെ തന്നെ യുവന്മാരെന്തിനാ എടുത്തിട്ടിടിച്ചതെന്ന് താൻ വിചാരിക്കുന്നുണ്ടാവും. കാര്യമില്ലാതല്ല, ഇതൊക്കെ ഒരു ട്രെയിനിങ് ആണ്. താൻ ഇവന്മാരോടൊപ്പം മാല പൊട്ടിക്കാൻ പോകുമ്പോ ഇതിൽ കൂടുതലോ നാട്ടുകാരെടുത്തിട്ട് താങ്ങിയെന്നിരിക്കും. അപ്പൊ ഞെട്ടാതിരിക്കാനാണ് ഇപ്പൊ ഈ അടിച്ചത്. അപ്പൊ ട്രെയിനിങ് നാളെ തുടങ്ങാം. ഓക്കെ? മക്കളുടെ ഭാര്യയ്ക്ക് പോലും രക്ഷയില്ലെന്ന് വെച്ചാൽ, അയ്യോ എന്റെ മാല കൊണ്ടുപോയി. അയ്യോ എന്റെ മാല. ഹലോ, നിങ്ങൾ CA ആയിട്ട് എന്താ കാര്യം? മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിയും വാങ്ങിച്ചോണ്ട് വന്നപ്പോ എന്റെ മാല ആരോ പൊട്ടിച്ചോണ്ട് പോയി. എന്റെ സ്റ്റേഷൻ പരിധിയിൽ നിന്റെ മാല പൊട്ടിച്ചെന്നോ? ഞാൻ എന്തുവായി കേൾക്കുന്നത്? എന്താ സാർ ഒരു ടെൻഷൻ പോലെ? ഒന്നും പറയണ്ടോ, അത്ര ഷോക്കിംഗ് ആയിട്ടൊരു ന്യൂസാണ് ഇപ്പൊ വന്നത്. അതെന്ത് ന്യൂസാ സാറേ? നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ പടനീക്കം വല്ലതും ഉണ്ടായോ? ഓ, അതൊന്നും അല്ലടോ. എന്റെ ഭാര്യയുടെ കഴുത്തിലെ മാല ആരോ മോട്ടിച്ചു. ഞാനൊക്കെ ഈ തൊപ്പിയും വെച്ചോണ്ട് എന്തിനിരിക്കുവാന്ന് അവള് ചോദിക്കുന്നു. അത് പിന്നെ മാഡം പറഞ്ഞതിൽ കാര്യമുണ്ട് സാറേ. കട്ട മുതല് ചുട്ടുപോകുന്ന ഒരു പഴമൊഴിയുണ്ട്. ശവത്ത് കുത്താതടോ പപ്പ. സാർ ആരാ? സാറേ, തരകനാ. സാറെന്ന് പറഞ്ഞു വിട്ടില്ലേ പയ്യൻ ഗോകുൽ? ഞാൻ അവന്റെ ഫോൺ കൊടുക്കാം. ഹലോ സാറേ, ഗോകുല. എന്താ സാറേ, ഞാൻ ആദ്യമായിട്ടൊരു വർക്ക് ചെയ്തു. ഗുഡ്. എന്തായിരുന്നു വർക്ക്? മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ചു വരുന്ന ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് നമ്മുടെ തരൻ സാറിന്റെ കൂടെ ഒരു മാലയങ്ങ് പൊട്ടിച്ചു സാറേ. 5 പവന്റെ ആയിരുന്നു. അപ്പൊ തന്നെ ഒരു തമിഴിനെ വിറ്റിട്ട് കാശ് വീതിച്ചിട്ട് സാറേ. ആദ്യമായിട്ടൊരു വർക്ക് എടുത്തില്ലേ, സാറിനെ അങ്ങ് കൊടുത്തു. അത് ഓർത്തപ്പോ സാറിനെ വിളിച്ച. നന്ദിയുണ്ട് സാറേ. എടോ പിഴച്ചവനെ,
നീ എന്റെ നെഞ്ചത്ത് തന്നെ പണി പഠിച്ചല്ലോടാ. എടാ എന്റെ ഭാര്യയുടെ മാലയാടാ നീ മോട്ടിച്ചത്. നീ ആ തെണ്ടി തരകനോട് പറഞ്ഞേ, അവനെ ഞാൻ എടുത്തോളാം. ഇങ്ങനെയൊക്കെ തന്നെ വരും. വീഴാനുള്ള കുഴി സ്വന്തമായിട്ട് തോണ്ടിയതല്ലേ വീഴും. എന്തോന്ന്? അല്ല സാറേ, 5 പവന്റെ മാലയല്ലേ പോയതെന്ന് ഓർക്കുമ്പോഴേ